أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. ففديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين. صدق الله العظيم. ബഹുമാനിയായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് തഖ്വയാണ് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് അറഫ ദിനമാണ്. അറഫ നമ്മൾ ഒരുപാട് കേൾക്കുകയും അറിയുകയും പരിചയിക്കുകയും ചെയ്യുന്നതാണ്. വളരെ തന്ത്രപ്രധാനമായ ഒരു പുണ്യഭൂമി. അതിന് മനുഷ്യചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ആ പ്രദേശത്ത്. പിന്നെ അവിടെ വന്നു ചേർന്ന സംഭവവികാസങ്ങൾ മനുഷ്യജീവിത വളർച്ചയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. പണ്ഡിതന്മാരിൽ അധികം പേരും ശരിയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പ്രമുഖമായ ഒരു അഭിപ്രായം, സ്വർഗത്തു നിന്ന് ഇറക്കപ്പെട്ട ആദം ഹവ്വയും 2 സ്ഥലങ്ങളിലാണ് ഭൂമിയിൽ എത്തിച്ചേർന്നത്. പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ജിദ്ദയിൽ ഹവ്വ, മറ്റത് സാം ദ്വീപിൽ, ഇന്നത്തെ സിലോൺ എന്നറിയുന്ന ആഡം സ്പീക്കർ എന്ന് പറയുന്ന സ്ഥലം. ഇവർ കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞത് അറഫ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ സ്ഥലത്ത് വെച്ച്. അറഫ മൈതാനിക്ക് അങ്ങനെ ഒരു മലയും മൈതാനവും, ചെറിയൊരു മൈതാനവും മലയുമാണ് അവിടെ ഉള്ളത്. ഈ ചരിത്ര പ്രാധാന്യമായ സ്ഥലത്തെ സംബന്ധിച്ച് പറഞ്ഞ മുഫസ്സറുകളിൽ പലരും റാസിയെ പോലെയുള്ള ആളുകൾ ഈ സംഭവം എടുത്തിരിക്കുന്നത്. ആദവും ഹവ്വയും ചേർന്നാണ് ഭൂമിയിലെ ആദ്യത്തെ കുടുംബജീവിതം, മനുഷ്യജീവിതം ഉണ്ടായതെന്ന് നമുക്കറിയാം. മനുഷ്യൻ വളർന്നു വലുതായ ആദ്യത്തെ താവളം, പിന്നീട് ഉമ്മർപുറ പട്ടണങ്ങളുടെ മാതാവ് എന്നറിയപ്പെടും. ബക്ക ആവാസ കേന്ദ്രം എന്നറിയപ്പെടും. മക്ക എല്ലാത്തിനെയും ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത് എന്ന പേരിലറിയപ്പെടും. ഈ പ്രദേശം ഇസ്മായിലും ഇബ്രാഹിം നബിയും ഇസ്മായിലുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സച്ചിരിതരായ അനുയായികൾ അവിടെ സമ്മേളിച്ചിരുന്നു എന്ന് ഹദീസുകൾ മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് തന്നെ അറഫ സമ്മേളനം നടന്നിരുന്നു.
റസൂലിന്റെ കാലത്തെ മാത്രം പ്രത്യേകതയല്ല. ജാഹിലിയ കാലഘട്ടത്തിന്റെ അറബികൾ ആദ്യം നിന്ന് കാബയിൽ വന്ന് തവഫ് ചെയ്താൽ അറഫയിലേക്ക് പോകും. മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകും. അറഫയിൽ നിന്ന് അവര് മിനയിലേക്ക് വരുന്നവര് മുസ്ദലിഫയിൽ വ്യാപാര സമ്മേളനങ്ങൾ, വ്യാപാര മേളകൾ നടത്തുന്നതിനെ കുറിച്ച് ചരിത്രത്തിൽ ഒരുപാട് സംഗതിയുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. അപ്പൊ ഇത് അറഫയിൽ മനുഷ്യൻ സമ്മേളിക്കുക എന്നത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. അറബി ഭാഷയുടെ മലയാളത്തിലേക്കുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഗവേഷണം നടത്തിയ ഒരു പണ്ഡിതൻ പറഞ്ഞത്, മലയാളത്തിലെ അറിവ് എന്ന വാക്ക് തന്നെ അറിഫ് എന്നുള്ളതാണ്. അറഫ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. മലയാളത്തിൽ നിന്ന് ഒരുപാട് വാക്കുകൾ അറബിയിൽ നിന്നുണ്ട്. മൻസിഫ്, അതുപോലെ തന്നെ വക്കീൽ, ഇതൊക്കെ അറബി ഭാഷയിൽ നിന്നുള്ള വാക്കുകളാണ്. നമ്മൾ മലയാളത്തിൽ വിറ്റു എന്ന് പറയും. അറബിയിലൂടെ വരുന്നപ്പോ ഓരോ സാധനങ്ങൾ കൊടുക്കുമ്പോൾ പിഴച്ചു, ഞാൻ നിനക്ക് വിറ്റിരിക്കുന്നു, തൃപ്തിയോടെ വിൽക്കുന്നു. വിറ്റു എന്ന മലയാള വാക്ക് ഉണ്ടായത് പിഴച്ചു എന്ന അറബി വാക്കത്തിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് ഗവേഷണം, ഡോക്ടർ വെള്ളായനാദികളുടെ ഒരു ഗവേഷണമുണ്ട്. ഒരുപാട് അറബി വാക്കുകൾ മലയാള ഭാഷയിൽ സാധാരണയായി ഉപയോഗിച്ചു പോകുന്നു. അറിവ് എന്ന വാക്ക് തന്നെ ആറിഫ്, അറഫ്, അറിവ് എന്നും അറഫ, അറഫാസ്, തിരിച്ചറിയുക, പരസ്പരം അറിയുക, ഒന്നിച്ചു ചെയ്ത് മനസ്സിലാക്കുക, ഒരുപാട് വിപുലമായ അർത്ഥങ്ങളൊക്കെയുണ്ട്. അത് ഒരു മനുഷ്യ സംഗമ ഭൂമിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ലോകത്തിലെ സത്യവിശ്വാസികളുടെ പ്രതിനിധികൾ ഇപ്പോ അവിടെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമിച്ചുകൊണ്ട് സമ്മേളിച്ചിരിക്കുന്നു. കുറെ ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. ലോഹറിന്റെ സമയം വരെ വരാം. മിനിമം ലോഹറിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയം. സുബഹി മുതല് തലേ ദിവസം മുതലേ ഇപ്പോ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്, ആളുകളെ പോകുന്നുണ്ട്. അൽ ഹജ്ജ് അറഫ, ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അറഫ. ഈ അറഫയ്ക്ക് ഒരുപാട് പ്രാധാന്യം. അതൊരു വെറും സമ്മേളനം. മനുഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളും പൊങ്ങച്ചങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, നിറവും മണവും ജാതിയും എന്തൊക്കെ ഔന്നത്യങ്ങളുണ്ടോ, നാടിന്റെ മേന്മ, കുടുംബത്തിന്റെ മേന്മ, അതുപോലെ സംസ്കാരത്തിന്റെ, ഭാഷയുടെ, ചോരയുടെ, അതുപോലെ കളറിന്റെ മേന്മ, എല്ലാ മേന്മയും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ അടിമകളാണ്, ഏകോദര സഹോദരങ്ങളാണ്, ആദമിന്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തുന്നത്. അതിന്റെ പ്രതീകമാണ് അശുദ്ധ വസ്ത്രം, 2 വസ്ത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്രയാകുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, മയ്യത്ത് തുണികൾ, അത് തന്നെ നെറ്റിമുടിയാൽ മയ്യത്തിന്റെ തുണിയോ, അതേ വസ്ത്രം. ആ യാത്രയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് മനുഷ്യന്റെ ഐക്യമാണ്. ദുനിയാവിൽ പരലോകത്തെ മാഷറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ സമ്മേളനമാണ്. ഇത് രണ്ടും ഒന്നിച്ചു വരികയാണ്. അപ്പൊ അറഫയ്ക്ക് ഒരു സന്ദേശമുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ ഐക്യം, വിചാരണയെ സംബന്ധിച്ച മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബോധത്തെ ഓർമ്മപ്പെടുത്തുക. എല്ലാവിധ പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും പ്രത്യേകതകളും സ്ഥാനമാനങ്ങളും വർണ്ണവലിപ്പങ്ങളും വലിച്ചെറിഞ്ഞ് നീതിയുടെയും സമത്വത്തിന്റെയും അവകാശ സംരക്ഷണത്തിന്റെയും ഏറ്റവും ഉത്തമമായ ഒരു മഹാസമ്മേളനം. ലോകഘടനകളിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫയിൽ വെച്ചായിരുന്നു. എടുത്തു പറയുന്നുണ്ട്, അതിൽ അറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും പ്രത്യേകത ഒന്നുമില്ല. വിശ്വ മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെയും പൗരാവകാശങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുടെയും മഹാപ്രഖ്യാപനമായിരുന്നു. ആരും ആരെക്കാളും വലുതോ ചെറുതോ അല്ല, മനുഷ്യരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. അതിനു മുമ്പോ അതിന് പിമ്പോ യഥാർത്ഥത്തിൽ ഇത്രയും ആഴത്തിലുള്ള ഒരു വിശ്വോത്തര ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമോ സമ്മേളനം, ഒരു പ്രഖ്യാപനമോ യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യ ലോകത്ത് ഒരുപാട് മനുഷ്യാവകാശ
സമ്മേളനങ്ങളും പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ പൗരാവകാശ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വളരെ 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 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യാരംഭം മുതലേ തുടർന്നു വന്നതിന്റെ പൂർത്തീകരണമെന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അത് പ്രഖ്യാപിക്കുന്നു. ഇത് ഒരു അത്ഭുതകരമായ മറ്റൊരു സംഗതി. വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസം. സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച. അബൂ ഹുറൈറ എന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു: ഖൈറു യൗമിൻ ഫഅദ് അശ്ശംസ് യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹ. ആദം നബി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച അസ്റിനും മഗ്രിബിനും ഇടയിലുള്ള സമയമാണ്. ആദം നബിയെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയിൽ. ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് വെള്ളിയാഴ്ചയിൽ. ഇനി ഒരു പക്ഷേ ഗവേഷണം നടത്തിയാൽ അവര് ഭൂമിയിലെത്തിയതും ആ ദിവസമായിരിക്കാൻ സാധ്യത. ഭൂമി അവരെ അറഫിൽ കണ്ടുമുട്ടിയത് ഒരുപക്ഷെ ആ ദിവസം തന്നെ ആയിരിക്കാൻ സാധ്യത. ഇതുവരെ കണ്ടുപിടിക്കില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം അവസാനിക്കുന്ന ഒരു വെള്ളിയാഴ്ച ഖിയാമത്ത്. അത് ഹദീസ് കൊണ്ട് വ്യക്തമായി. വെള്ളിയാഴ്ചകളില് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ സവാബുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച ജുമാ, അടുത്ത വെള്ളിയാഴ്ച ഇടയിൽ കഫ, ആ തെറ്റുകളൊക്കെ പുറത്തു പോകും. ഈ വെള്ളിയാഴ്ച കൃത്യമായി കൊത്തുബകൾക്കും അത് ഇമാം പള്ളിയിൽ വരുന്നതിന് മുമ്പ്, ഇമാം മുമ്പ് കയറുന്നതിന് മുമ്പ് വേണം. നാളെ നടന്നൊരു നാളിലെത്തുന്നു. അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറഞ്ഞതിൽ പെടില്ല. ഇമാമ മുമ്പ് കയറുന്നതിന് മുമ്പ് പള്ളിയിലത്ത് നിർബന്ധമാണ്. ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിയതുപോലെ ചെയ്യും. അപ്പോ ഇമാമ മുമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് ഹാജരാകുക എന്നത് പ്രധാനപ്പെട്ട. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം. വെള്ളിയാഴ്ച അടുത്ത പോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ ജീവിതത്തെ പ്രകാശമാനമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച സൂറത്ത് സജ്ജദ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേക സന്ദർഭം, കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമായും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ആണ് ഈ വെള്ളിയാഴ്ചയാണ് അറഫ സമ്മേളനം. ഹജ്ജിലൊക്കെ വരുന്നത് മഹത്തായ ഹജ്ജ് എന്നൊക്കെ പറയുന്നത്. ഒരു ദിവസം ഒരു ജൂതനായ ഒരു മനുഷ്യൻ ഉമർ ഇബ്നു ഖത്താബിനോട് പറയുന്നത്, നിങ്ങളുടെ ഖുർആനിൽ നിങ്ങൾ ഓതുന്ന ഒരു ആയത്ത്, ആ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ആ ദിവസം, ആ അവതരിച്ച ദിവസം വർഷത്തിലൊരു ദിവസം ഉണ്ടാകും, അത് ഞങ്ങളൊരു ഈദാക്കുമായിരുന്നു, ഫെസ്റ്റിവലാക്കുമായിരുന്നു, ഒരു പെരുന്നാളാക്കുമായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഏതാണ് ആയത്ത്? വളരെ വെടുക്കനായതാണ്. അദ്ദേഹം പറഞ്ഞത്, അല്ലയോ ആക്കുമറിച്ചിലക്കും ദീനക്കും വാത്മം ചാടിക്കും ഞമ്മച്ചി വർണ്ണിച്ചിലക്കും അയച്ചില്ല. മായിദയിലെ 3-ാമത്തെ ആയത്തിലെ ഒരു ഭാഗം, ഇന്ന് നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ചത്, ഇസ്ലാമിനെ എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നാം നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് അവതരിച്ചത് നിങ്ങൾക്കാണ്, നിങ്ങളത് പാരായണം ചെയ്തത് ഞങ്ങൾക്കാണ് അവതരിച്ചതെങ്കിൽ, തൗറാത്തിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഒരു എഴുതാക്കുമായിരുന്നു. ഉദ്ധരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഞങ്ങൾക്കറിയാം ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എവിടെ എപ്പോൾ അവതരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഹജ്ജത്തുൽ വദാഇൽ വെള്ളിയാഴ്ച ദിനം അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. അയാൾ ഒരു പെരുന്നാളിനെ കുറിച്ചാണ് ജൂതം പറഞ്ഞത്. ഉമറിന്റെ മറുപടി, ഞങ്ങൾക്ക് 52 പെരുന്നാളുണ്ടായിരുന്നു ഒരു വർഷത്തിൽ. വെള്ളിയാഴ്ച ഞങ്ങളെ ഈദുൽ മുഅ്മിനീൻ ആക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് എനിക്കത് മനസ്സിലാക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ ഹജ്ജ് ജീവിച്ചു. ഹജ്ജത്തുൽ വദാഇലാണ്. ആ ഹജ്ജ് നിർവഹിച്ച അറഫ ദിനം വെള്ളിയാഴ്ചയായിരുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സഹിയായ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വളരെ വളരെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയും അറഫയും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ പ്രാധാന്യം. ഈ അറഫ ദിനത്തെ കുറിച്ച് അല്ലാഹു വളരെ അഭിമാനപൂർവ്വം മലക്കളോട് പറയുന്നു,
സാധാരണ ഒരല്പശാസ്ത്രമൊക്കെ അറിയുന്ന ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിലുള്ള ഹദീസുകളൊക്കെ കാണാൻ കഴിയും. പക്ഷെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ അല്ലാഹു ഒന്നാണ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അറഫയിൽ കൂടിയ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലക്കളോട് ചോദിക്കും, എല്ലാ നിങ്ങൾ കാണുന്നില്ല, എന്റെ അടിമകളാ വന്നിരിക്കുന്നു. പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് സൃഷ്ടിക്കുന്നതിനാണ്. കണ്ടില്ലേ, അവരെല്ലാം കളഞ്ഞ് ശുഭ്രവസ്ത്രധാരികളായി എന്റെ മുന്നിൽ തൗബയും ഇസ്തിഗ്ഫാറുമായി ഓടാൻ ലക്ഷോപലക്ഷങ്ങൾ അണിഞ്ഞിരിക്കുന്നത് കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അഭിമാനപൂർവ്വം പറയും എന്ന് സഹിയായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പകലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ദിവസം. രാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈലത്തുൽ ഖദ്റും പകലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൗമുൽ അറഫയും. ഈ ദിവസത്തില് പുണ്യകരമായ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്നേ ദിവസം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് പോലെ ഒരു ദിനവും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറഫയിൽ സത്യവിശ്വാസ സഹോദരങ്ങൾ കൂടുമ്പോൾ മാനസികമായി അവരോടൊത്ത് ലോകത്തിലെ മൊത്തം മുസ്ലിങ്ങൾ ഒരൈക്യദാർഢ്യത്തോടുകൂടി ഒരു മുസ്ലിം യൂണിറ്റി, ഒരു സത്യവിശ്വാസ യൂണിറ്റി ഉണ്ടാക്കുന്നതിന് നോമ്പനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു മാനസിക ഐക്യമാണ്. ശാരീരികമായി നമ്മൾ വളരെ വിദൂരതയിലാണെങ്കിലും അവരുമായി നമ്മൾ എഴുകിച്ചേരുകയാണ്. ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രദേശം, ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദിവസം. ആ ദിവസം വെള്ളിയാഴ്ചയും കൂടെ ആകുമ്പോൾ അതിന്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ പറഞ്ഞറിയിക്കേണ്ടതില്ലാത്തവണ്ണം വർഷങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്ത ഒരൊറ്റ ഹജ്ജില് ആ വെള്ളിയാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി കൊടുത്തു എന്നത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. ഖുർആൻ പൂർത്തിയായി തിങ്കളാഴ്ചയാണ് ഖുർആൻ അവതരിക്കാൻ തുടങ്ങി. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ എന്ന് പറയുന്ന സൂറത്ത് അവതരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തിങ്കളാഴ്ചയാണ്. റസൂലിനെ പ്രവാചകനായി നിയമിച്ചത് തിങ്കളാഴ്ചയാണ്. ഖുർആൻ അല്ലാഹു തആല പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത്, പൂർത്തിയാക്കുന്നത് വെള്ളിയാഴ്ച. അപ്പോ ഈ തിങ്കളാഴ്ച, വെള്ളിയാഴ്ച ജുമുഅക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കളാഴ്ച ആ നുബുവത്തിന്റെ പ്രാധാന്യം കൊണ്ട് നോമ്പ്, ഒരു നോമ്പ്. അറഫയിൽ നോമ്പുള്ളതുകൊണ്ട് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും നോമ്പ് പിടിക്കാൻ പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാകും. നമുക്ക് പഠിച്ച തമ്പുരാനുകളുണ്ട്. അറഫ വെള്ളിയാഴ്ച വരെ വിളിച്ചാൽ മതി. അല്ലാത്ത വെള്ളിയാഴ്ചകളിൽ ശനിയും ഞായറും അല്ലെങ്കിൽ വ്യാഴനും ശനിയും നോമ്പെടുക്കുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച നോമ്പെടുക്കാൻ റസൂൽ അനുവദിക്കാറില്ലായിരുന്നു. കാരണം വെള്ളിയാഴ്ച നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ തലേ ദിവസം പിറ്റേന്നൊക്കെ നോമ്പെടുക്കണമെങ്കിൽ മാത്രമേ ജായിദാവ് അനുവദിച്ചിരുന്നുള്ളൂ എന്നാണ് കാരണം. അപ്പോ അറഫ ദിനത്തിന്റെ പ്രാധാന്യം, അറഫ സംഗമത്തിന്റെ പ്രാധാന്യം, യഥാർത്ഥത്തിൽ ഹജ്ജിന് പോകുന്നതിൽ നല്ലൊരു വിഭാഗം ആളുകളും അറഫയുടെ സന്ദേശം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നിർഭാഗ്യകരമാണ്, സംശയമില്ല. കാരണം നമ്മളിവിടുന്ന് എല്ലാം മാറ്റിട്ടാണ് പോണെന്ന് പറയുന്നത്. വസ്ത്രം മാറി വെള്ളം എടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. തഖ്വയാണ്. വിഭവങ്ങൾ ഏറ്റവും ഉത്തമമായി തഖ്വയാണ്. ഇപ്പൊ അവിടെ പോയിപ്പെട്ട ആളുകളിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ABCD മുതൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ, ആഗോളാടിസ്ഥാനത്തിൽ. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ആഗോളാടിസ്ഥാനത്തിൽ. എല്ലാവരും കൂടി ഇപ്പൊ അവിടെ ചെന്ന് ഞങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറയും. തിരിച്ചു വന്നിട്ടുണ്ടാകട്ടെ, പരസ്പരം പോരടി, യുദ്ധം ചെയ്യും, കൊല്ലും, പള്ളിയിൽ കയറി ആക്രമിക്കും, വെട്ടിക്കൊല്ലും. ഇറാഖിലും പാകിസ്ഥാനിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കും. സത്യവിശ്വാസികളാണെന്ന് പറയുകയും അവിടെ അറഫയിൽ പോയി നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കും. എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എല്ലാ കുടിസായ ചിന്താഗതികളിലേക്കും കടന്നിട്ട് നാണമില്ലാതെ എന്ത് തോന്നിയാസമാണ്. ഒരു വിഭാഗത്തിലെ കൂടി മറ്റേ വിഭാഗത്തിലെ പണ്ഡിതന്മാരെ ചിന്താവും, പണ്ഡിതന്മാർക്കെതിരെ എഴുതും, ക്ലിപ്പിംഗ് റോഡിലൂടെ കൊണ്ടുപോകണം, ലേറ്റസ്റ്റ് ആയിട്ട് പലതരത്തിലുള്ള വീഡിയോ പ്രദർശനങ്ങൾ. ഈ പണ്ഡിത സമൂഹത്തിന് ഇതൊന്നും തലയിൽ കയറാത്ത ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോ ഈ ആരാധനകൾ വെറും വഴിപാടുകളായി പോകുന്ന ഈ സന്ദർഭത്തിൽ ഹജ്ജിന്റെ സമ്മേളനങ്ങളും തവാഫും ഒക്കെ എങ്ങനെ പോയാലും ഞാൻ നിന്റെ നിയമത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളവനാണ് ആ തവാഫ് പറഞ്ഞത്. അതിനെന്ത് ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഹാജറ മകന് വെള്ളം കൊടുക്കാൻ ഓടിയതുപോലെ എന്ന പ്രഖ്യാപനം
അതാണ് സഈദ്. എന്തും രചിക്കാനും അത് ബലിയർപ്പിക്കാനും ഞാൻ തയ്യാറാണ് ഈ ഒത്തൊരുമയ്ക്ക് വേണ്ടി എന്നതാണ് ഇബ്രാഹിമിന്റെ ബലിയുടെ സന്ദേശം. അറഫയിൽ പോയി നിൽക്കാനും ഓലഹത്തിൽ കുറെ സാധനം വാങ്ങി കൊടുക്കാനും ഇറച്ചി കച്ചവടം നിർത്താനും 5 കിലോ 20 കിലോ വീതം ഓരോരുത്തരുടെ ലിസ്റ്റ് ഇട്ട് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്ഥലമില്ലാതെ അയൽവക്കത്തെ വീട്ടിൽ കൊണ്ട് നടത്തുന്ന രീതിയിൽ ഓലഹീയത്തിന്റെ ഏർപ്പാട് നടത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ആരൊന്നും കഷ്ടപ്പെടുന്നില്ല. പൈസ മിക്കവാറും പേരെടുക്കുന്നത് പണം അധികരിച്ച സമയമാണ്. ഒരുപാട് ആടുമാടുകളെ വെട്ടി നുറുക്കി ഇങ്ങനെ ഇറച്ചി വിതരണം ചെയ്യാൻ അതിന് ഇറച്ചിയും ചോരയും നൽകാനായിട്ട് എത്തു കിട്ടോ. അതിന് നിങ്ങളുടെ സൂക്ഷ്മതയാണ്. അവിടെയാണ് പ്രശ്നം. ഇറച്ചി വിതരണം ചെയ്യാനെടുത്ത് അവൻ മറ്റതാണ്, മറ്റേ ഗ്രൂപ്പിന്റെ ആളാണ്, ഈ ഗ്രൂപ്പിന്റെ ആളാണ്, അതുകൊണ്ട് നമ്മുടെ ആളുകൾ കൊടുക്കാൻ ഈ മനുഷ്യന്മാരെവിടെയാണ്? അള്ളാഹുന്റെ റസൂൽ എവിടെയാണ്? ദീനുൽ ഇസ്ലാം എവിടെയാണ്? യാതൊരു തരത്തിലുള്ള ഒരു ഉളുപ്പില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറി. അള്ളാഹുന്റെ റസൂൽ വിശാലതയോടെ കാണിച്ച സംഗതികളൊക്കെ നമ്മുടെ സംഘടനയുടെ, പാർട്ടിയുടെ, വിഭാഗത്തിന്റെ കുറെ ചട്ടക്കൂട്ടിലിട്ട് ഒതുക്കി ഇട്ടിച്ചമർത്തി നമുക്ക് പറ്റിയതാക്കി മാറ്റും. അതൊന്ന് വെളികൊടുക്കാൻ നിങ്ങളെ ഇബ്രാഹിമിനെ വെല്ലുവിളിക്കണം. ഇബ്രാഹിം കൊടുത്തത് ഇസ്മായിലിനാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സംഘടനയായിരിക്കും വെല്ലുവിളിക്കേണ്ടത്. സംഘടനാ താല്പര്യങ്ങളെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിച്ചതുകൊണ്ട് കഴിഞ്ഞില്ല. ഇസ്ലാമിന്റെ മുകളിൽ സംഘടന വന്നാൽ ഹറാം. ഇസ്ലാം ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അറഫയിൽ പോയിരുന്നിട്ട് ഈ സംഗമത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവനോട് ഒരുപാട് മാടുകളെ വെട്ടി ഇറച്ചി വിതരണം ചെയ്തിട്ടും കാര്യമില്ല. അവന്റെ ഹൃദയത്തിലുള്ള ആ അള്ളാഹുവിനോടുള്ള ബന്ധം, പ്രവാചകനോടുള്ള ബന്ധം, സഹോദരൻ തുടിഞ്ഞു നിൽക്കുന്ന ബന്ധം, സഹോദരനെ പരിഗണിക്കാനുള്ള അവന്റെ ഒരു വിശാലത. എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹാബാക്രാങ്ങളിൽ തന്നെ. രണ്ടുപേരും കൂടെ ഒച്ച ഉണ്ടാക്കിയിട്ട് അവസാനം ഒരാൾ പറഞ്ഞത്, ആ ആയത്തിറങ്ങിയപ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒച്ച വെക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞപ്പോ അബൂബക്കറും ഉമറും തെറ്റിയിട്ട് നരകത്തിലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായി. രണ്ടുപേരും കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് ഒച്ച വെച്ചിരുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്ന് ബിരികിനെ വിട്ട് അള്ള പറയേണ്ടി വന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഒച്ച വെക്കരുത് റസൂലിന്റെ മുന്നിൽ, റസൂലിനുണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങള് ഗ്രൂപ്പുണ്ടാക്കിയിട്ട് പരസ്പരം പോരടിച്ച് നശിക്കാൻ വേണ്ടിയുള്ളതല്ല, വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ബലി കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളത്. ബലി വരുന്നുള്ള ആവശ്യമോ ഒരുപാട് ബലികൾ. ആ ബലികളെല്ലാം നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ്. പാപക്കറകളൊക്കെ കണ്ണുനീരാൽ കരഞ്ഞു തീർക്കുന്ന ആ മനുഷ്യന്റെ കണ്ണുനീര് കൊണ്ട് കടലുണ്ടാവുന്ന ആ സമ്മേളനം ഉണ്ടല്ലോ അറഫ, അവിടെ അത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ആ പൊങ്ങച്ചങ്ങള്, പക്ഷപാതിത്വങ്ങള്, പാർട്ടി പക്ഷപാതിത്വങ്ങൾ, സംഘടനാ പക്ഷപാതിത്വങ്ങൾ, മദ്ഹബി പക്ഷപാതിത്വങ്ങൾ അത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ പറ്റൂ എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ സംഗതിയാണ്. സംഘടനയായിപ്പോ കമ്മിറ്റിയായിപ്പോ കുശല, പക്ഷേ സഹോദരനെ പരിഗണിക്കാൻ കഴിയാത്തവന് സത്യവിശ്വാസമാകാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് സത്യവിശ്വാസികൾ സമ്മേളിക്കുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ മറ്റ് സത്യവിശ്വാസികൾ നോമ്പ് നോറ്റവരോടൊപ്പം ചേരുമ്പോ ഈ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ മഹത്തായ ഒരു പകലാണ്. ആ പകലിലെ ഏറ്റവും ഉത്തമമായ ദിനങ്ങളിലാണ്. ഓരോ തസ്ബീഹിനും, ഓരോ തദ്കീറിനും, ഓരോ ഇസ്തിഗ്ഫാറിനും, ഓരോ ദുആക്കും അള്ളാഹുവിന്റെ അടുത്ത് മഹത്തായ പ്രതിഫലം കിട്ടുന്ന ദിനമാണ്. മറ്റെല്ലാം ത്യജിച്ചുകൊണ്ട് ബലികർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ മാർഗത്തിലേക്ക് കടന്നു വരാനാണ് ഇബ്രാഹിമിന്റെ കഥകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കുന്ന സത്യവിശ്വാസമുള്ള ഒരു മനസ്സ് ഉണ്ടാവാൻ വേണ്ടി പ്രവർത്തിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
والحمد عباد الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങളോട് ഉണർത്തുകയാണ്, ഉറപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ത്യജിക്കാതെ സത്യത്തിന്റെ രീതിയിൽ വളരെ ഈസി ആയിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ആദം നബിയുടെ ചില കഷ്ടപ്പാടുകളുടെ കഥ ഹദീസുകൾ ഖുർആനിലൊക്കെ മനസ്സിലാക്കും. ഇദ്രീസ് നബിയുടെയും വളരെ ചെറിയൊരു പരാമർശം, നൂഹ് നബിയുടെ കഷ്ടപ്പാടുകളുടെ കഥ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹൂദും സാലിഹും അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും പരാജയപ്പെട്ടു പോയിട്ടില്ല. അല്ലാഹു ആണ് കാര്യങ്ങൾ നയിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അവരെ ബോധിപ്പിക്കാൻ ഇല്ലാതെ ഭരണം സ്ഥാപിച്ചില്ല, ഇസ്ലാമിനനുസരിച്ച് ഭരിച്ചില്ല എന്നൊക്കെ ശരിയുണ്ട്. പക്ഷേ ഈ സത്യമായി പറയുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടിട്ടില്ല. അതിൽ ഏറ്റവും പ്രമുഖൻ പഴയ കാലത്ത് ഇബ്രാഹിം നബിയാണ്. കുറെ പ്രവാചകന്മാരുടെ നേതൃത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും അതുപോലെ ലൂത്തിന്റെയും ഷുഐബിന്റെയും ഒക്കെ നേതൃത്വം അദ്ദേഹത്തിനായിരുന്നു എന്ന് ചരിത്രത്തിൽ മനസ്സിലാക്കി. ഇബ്രാഹിം നബിയുടെ ജീവിതം ഒരു മാതൃകയായി എടുത്തു കാണിച്ചിട്ട് മില്ലത്ത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പാത നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ പാത പിന്തുടരണമെന്നത്. കാരണം ഇബ്രാഹിം ഈ എല്ലാ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ അറഫ, ഹറം, കഅബ, ഹറം, ഇതൊക്കെ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇബ്രാഹിമിന്റെ കഥ ഒരുപാട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിരിക്കുകയും ചെയ്തു. സുദീർഘമായ ഒരു വിപ്ലവ ജീവിതം നയിച്ച ഒരു മഹാപ്രവാചകൻ, വിധിയുടെ മുമ്പിൽ ഒരിക്കലും ചഞ്ചലിക്കാത്ത മഹാപ്രവാചകൻ. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ചെറുപ്പകാലത്ത് തന്നെ ആ പാപ്പന്റെയും ഉമ്മന്റെയും ഈ ബിംബാരാധന കണ്ടിട്ട് ഈ വൃദ്ധന്റെ പേരിൽ വീട്ടിൽ നിന്ന് മാതൃവൃദ്ധ സ്നേഹം നഷ്ടപ്പെട്ട് പരിഷ്കൃതനാവും. ഒരു കുട്ടിക്ക് നഷ്ടപ്പെടാവുന്ന വലിയൊരു സംഗതിയാണ്. അതൊരു വലിയ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച നടത്തുകയും തർക്കിക്കുകയും ചെയ്ത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുമായി തർക്കിച്ച ഒരു സംഗതി, അവരുടെ രോഷം വെച്ചു. ചെറിയ വിഗ്രഹങ്ങളെ തച്ചുടച്ചു വലിയ വിഗ്രഹത്തെ അടുത്ത് കൂട്ടി ഇത് മിണ്ടുമെങ്കിൽ അതിനോടൊന്ന് ചോദിച്ചു നോക്കൂ, ആരാണ് തുടച്ചത് എന്ന് പറഞ്ഞ് അവരെ തട്ടി ഉണർത്താൻ ശ്രമിച്ച് ഇബ്രാഹിമിന് തീക്കുണ്ടമായിരുന്നവരാണ്. പിന്നെ അദ്ദേഹം നാട് വിടുകയാണ്. നാട് വിട്ടു പോകുമ്പോൾ രാജാവിന്റെ കൈപ്പെടുന്നു, അദ്ദേഹത്തിനെ ഭാര്യയോടെ പിടിച്ചു വെക്കുന്നു. അവിടെ കുറെ സംഭവങ്ങളാണ്. ഒടുവിൽ രാജാവിന് മനസ്സിലായി ഇത് സാധാരണക്കാരിയല്ല. അങ്ങനെ ഒരു തോഴിയെ കൊടുത്ത് പറഞ്ഞേക്കുന്നു, മക്കളുണ്ടാവുന്നില്ല, ഭാര്യ ഈ തോഴിയെ വിവാഹം കഴിച്ചുകൊള്ളാൻ പറയുന്നു. അങ്ങനെ വിവാഹം കഴിച്ചു. കുട്ടിയുണ്ടായപ്പോ പ്രശ്നമായി. അവസാനം ഭാര്യയും കുട്ടിയും വിജനമായ വിദൂരമായ മക്കയിലേക്ക് കൊണ്ടുചെന്ന് ആക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. അവിടെ കൊണ്ടാകുന്നു. നിസ്സാരമായ സംഗതിയല്ല. ആരോരുമില്ലാത്ത ഒരിടത്ത് അവിടെ കൊണ്ട് ഭാര്യയും കുട്ടിയും ഉപേക്ഷിച്ചു പോകാം. പ്രത്യേകിച്ച് രണ്ട് ഭാര്യമാരുടെ ഒത്തിരി കുട്ടിയുണ്ട്, അപ്പൊ കൂടുതൽ സ്നേഹം അതിനെയാണ് കൊണ്ടാക്കാൻ ഇസ്ലാഹുണ്ടായത് പിന്നീട്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം സത്യവിശ്വാസത്തിന്റെ വീതി നൽകാൻ ബലി നൽകുകയാണ്. ബന്ധങ്ങൾ, മാതൃബന്ധ ബന്ധം, നാട്ടിന്റെ ബന്ധം, ഭാര്യ കുട്ടി ബന്ധം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട് പ്രകാരം ഒരിക്കൽ ഇബ്രാഹിം നബി വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു പോലും, എന്തും ഞാൻ അല്ലാഹു പഠിച്ചു, എനിക്ക് കുട്ടി ഉണ്ടായാൽ അതിന് അർത്ഥം കൊടുക്കാനും ഞാൻ പഠിക്കൂല എന്ന് പറഞ്ഞു എന്നാണ് ചില റിപ്പോർട്ടുകൾ. അത് തന്നെ സംഭവിച്ചു. അന്ന് കുട്ടി ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോകുന്ന പോക്കിൽ ഇങ്ങനെ പറയാ,
ഫഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയദി, ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് പോകുന്നു. അന ദാഹിബുൻ ഇലല്ലാഹ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലാഹുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖാദിഹൻ ഫമുലാഖി, ക്ലേശത്തോടെ വിഷമത്തോടെ രക്ഷിതാവിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യ നിനക്കുള്ളത് എന്ന് എല്ലാ മനുഷ്യന്മാരോടും പറഞ്ഞു. ഇത് വളരെ കൃത്യമായ ഒരു പ്രവാചകൻ വിധി നിർണയിച്ചെടുത്ത് പറയാം. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയദീൻ, ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് പോകും. അപ്പൊ പോകുമ്പോ വളരെ ഹ്രസ്വമായ രീതിയിലാണ് ആയത്തുകളാണ് പോകുന്നത്, വിശദമായി പറയുന്നില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, ഞാൻ വയസ്സായിക്കൊണ്ടു, പിൻഗാമിയില്ല തമ്പുരാനെ നിനക്കറിയാം, അതുകൊണ്ട് സദ്വൃത്തനായ ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്തവർ. ആ നാട്ടിൽ വിട്ടുപോകുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അപ്പൊ അല്ലാഹു പറയാം, സഹനശീലനായ ഒരു കുട്ടിയെ കുറിച്ച് ഞാൻ അപ്പോൾ അവന് സന്തോഷ വാർത്ത നൽകി. പിന്നെ അവിടെ മക്കളെ കൊണ്ടാക്കിയൊന്നും പറയുന്നില്ല, പെട്ടെന്ന് അവൻ ആ കുട്ടിയെ അവനോട് അധ്വാനിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ പാപ്പ പറയാ, യാ ബുനയ്യ അന്നി അറാ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹക മാദാ, സ്വപ്നം കണ്ട് നിന്നെ അർത്ഥം കൊടുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, എന്താ പറയാൻ? ഓ, അപ്പയേക്കാൾ ബേറ്റർ. സ്വന്തം മരിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതിന്റെ അത്ര, മക്കളെ കൈകൊണ്ട് കൊല്ലാൻ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട്. അതാണ് അവിടുത്തെ ആ പ്രശ്നം. സ്വയം നീ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ സ്വന്തം കുഞ്ഞിന്, അത് ഒരുപാട് കാലത്ത് കാത്തിരുന്ന കുഞ്ഞിന് സ്വയം ഇങ്ങനെ അറക്കേണ്ടി വരുന്നവരെ. അപ്പൊ അതോടെ പറയാ, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയ പിതാവേ, എന്താണ് കൽപ്പിച്ചത് അതുപോലെ ചെയ്തോളാം. നിങ്ങൾക്ക് എന്നെ ക്ഷമാശീലന്മാരുടെ കൂട്ടത്തിൽ കാണാനാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നിട്ട് വളരെ ഹ്രസ്വമായി, നമ്മളെ കൂടുതൽ വികാരവദ്യം മൃദുരാക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകാറുള്ള അസ്ലമ, രണ്ടാളും മുസ്ലിമായപ്പോൾ, കീഴ്പ്പെട്ടപ്പോൾ, അനുസരിച്ചപ്പോൾ, അവര് ആജ്ഞയ്ക്ക് വിധേയരായപ്പോൾ എന്നതാണ് മുസ്ലിമാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് ബലി കഴിച്ച് മുസ്ലിമാവുക എന്നതാണ് ആ തത്വം. അവനെ നെറ്റി ധരിച്ചെടുത്തി ഇബ്രാഹിം കിടത്തി കത്തി വെച്ചു. അന്നേരം നാം വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം അത് സത്തർത്തറിയ, നീ നിന്റെ സ്വപ്നം സാധിച്ചാണ്ടിരിക്കുന്നു. ഇവിടെ അല്ലാത്ത മനുഷ്യന്റെ ചോരയും മാംസവും ആവശ്യമില്ല, നമുക്കറിയാലോ. അതിനാണ് എന്റെ കഥ. പടച്ചോന്ന് നമ്മളെ ചോരയും നീരൊന്നും ആവശ്യമില്ല, നമ്മളിലുള്ള തഖ്വ സന്നദ്ധത മാത്രമാണ് ആവശ്യം. റെഡിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അത് അല്ലാതല്ല, നമുക്ക് പരസ്പരം നമുക്ക് ബോധ്യം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മതി, ഇന്ന കദാലിക നജ്സുൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് നാം നല്ല ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നത്. അവർ അപകടത്തിൽപ്പെടുത്തൂല, കുടുക്കിലാക്കൂല. അവരെ എന്നിൽ വിശ്വസിച്ച് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാവുമ്പോ മഹത്തായ അനുഗ്രഹത്താൽ അവരെ ഉയർത്തിക്കൊണ്ടുവരും. ഇന്ന ഹാദാ ലഹുൽ ബലാഗുൽ മുബീൻ, കൃത്യമായും അല്ലാഹു പറഞ്ഞു ഇതൊരു പരീക്ഷണമാണ്, കൃത്യമായ ഒരു പരീക്ഷണമാണ്, വ്യക്തമായ ഒരു പരീക്ഷണമാണ്. പിന്നെ അവനൊരു മഹത്തായ ഒരു അറിവുമൃഗത്തെ പകരം അറക്കാനായി കൊടുത്തു. അതാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. നമ്മൾ ചെയ്യണതല്ല, ആടുമാടൊട്ടങ്ങളെ കാക്കുമ്പോ അതിന്റെ ഓർമ്മ, ആ സന്നദ്ധതയുടെ ഓർമ്മ, ആ ത്യാഗത്തിന്റെ ഓർമ്മ, ആ ബലി കഴിച്ച് നാം സമുദായത്തിന്റെ ഉന്നമനത്തിനും ഐക്യത്തിനും തയ്യാറാണ് റബ്ബേ എന്ന പ്രഖ്യാപനമാണ് അറഫയിൽ നിന്ന് ആ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ സഹിച്ച് അടുത്ത് മശഅറ മുസ്ദലിഫയിലും മിനയിലൊക്കെ പോയിട്ട് പിന്നെയാണ് ഇത് അവസാനം കണ്ടുകൊടുക്കുക. അപ്പൊ വളരെ പ്രതീകാത്മകമായ ഒരു ആരാധന. അതിന്റെ അർത്ഥം അറിയാതെ നമ്മൾ ചടങ്ങഴിച്ചു പോയാൽ അത് ജീവിതത്തിൽ പ്രയോജനം ചെയ്യില്ല എന്നുള്ളതിന് ഈ സമുദായത്തിന്റെ ജീവിതം തന്നെ സാക്ഷിയാണ്. ഇപ്പോഴും നമ്മുടെ വിവിധ കോണങ്ങളിൽ വിവിധ തരത്തിലുള്ളതാണ്. എന്നിട്ട് ഇബ്രാഹിമിന്റെ കഥ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പക്ഷെ നമ്മളത് ആരും പറയില്ല, ആ പറഞ്ഞില്ല. കാരണം പിൽക്കാലക്കാരിൽ അവന്റെ സ്മരണ നാം നിലനിർത്തി. സലാമുൻ അലാ ഇബ്രാഹിം ദുനിയാവിലും ആഖിറത്തും. പറയും
ദുനിയാവിൽ മഹാൻ, ആഖിറത്തിൽ മഹാമഹാൻ, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്നാണ് ഹജ്ജിന്റെ യാത്രയിലെ പ്രാർത്ഥനയിലാണ് ഖുർആനിൽ അത് പഠിച്ചിരിക്കുന്നത്. അഷ്ഹറുൽ ഹറാമിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോ, അതായത് മിനയുടെ ഭാഗത്ത് മുസ്ദലിഫയുടെ ഭാഗത്ത് ഇടയിലുള്ള ആ പഴയ വ്യാപാരമേള നടന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങൾ ആരാധനാ കർമ്മം നടത്തുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. കാരണം വിശദാംശങ്ങളൊന്നുമില്ല, എല്ലാം അള്ളാഹ് അറിയാം. ഈ ദുനിയാവ് നന്നാക്കി തരണം, ആഖിറത്ത് നന്നാക്കി തരണം. ഇന്നഹു മിൻ ഇബാദിൽ മുഅ്മിനീൻ. ഇബ്രാഹിം അത് വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അതിന്റെ അടുത്തത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ബലിയില്ലാത്ത പെരുന്നാളാണ്. ഇവിടെ മൃഗബലികൾ ഒരുപാടുണ്ട്, എണ്ണുണ്ട്. അത് മറ്റൊരു ഭാഗത്തിന് ഇത്ര, ഈ ഭാഗത്തിന് ഇത്ര, മറ്റൊരു 30. എന്നിട്ട് അതിന്റെ ആ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്ന ഏർപ്പാടൊക്കെ ചെയ്യും. തീരെ വേണ്ടാന്ന് പറയുന്നത് അത്യാവശ്യം വേണം. മനുഷ്യന്മാർക്ക് ഇറച്ചിയൊന്നും കിട്ടാത്ത സൗകര്യം. പക്ഷെ ഇത് ഒരു പൊങ്ങച്ചക്കാരന്റെ പൊങ്ങച്ചമായി മാറരുത് എന്നുള്ളതാണ്. ഇത് വെറും ഇറച്ചി കച്ചവടമായി മാറരുത് എന്നുള്ളതാണ്. ഇതിനൊരു സന്ദേശമുണ്ട്. നമ്മളിലുള്ള എല്ലാത്തരം പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും ബലികൊടുത്തുകൊണ്ട് ഇബ്രാഹിമിൻ്റെത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗ്രഹിച്ചു വാങ്ങി ഇസ്മായിലായിരുന്നു. നമുക്ക് ചിലപ്പോൾ മക്കളെക്കാൾ പ്രധാനപ്പെട്ടത് സംഘടനാപക്ഷവാദികളാണ്. തയ്യാറാവൂല. ഹജ്ജിന് പോയിക്കോളും 5 പ്രാവശ്യം പണി. പക്ഷെ സംഘടനയുടെ ഊറ്റത്തിൽ നിന്ന് മാറില്ല, ശരിയാവൂല. ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, മറ്റും വഴക്കാറാണ്. നമ്മൾ മാത്രമല്ല, അതിന് മുമ്പും കുറെ ആളുകൾ ഇങ്ങനെ കണ്ടായിരുന്നു. പക്ഷെ ചരിത്രത്തിന് ചവച്ചിട്ടയിലേക്കായി പോയി അവരുടെ സ്ഥാനം. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ സത്യവിശ്വാസത്തെ സഹോദരനെ കുത്തി പറഞ്ഞാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും. പിന്മലപ്പോൾ സംശയമില്ല. വലിയ പണ്ഡിതരെന്ന് പറഞ്ഞ കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ചെറിയ പ്രശ്നം വന്നപ്പോ എന്ന് പറഞ്ഞു വരട്ടില്ലേ. അതിനൊക്കെ വേറെ ഈ ലോകത്തെ ഏറ്റവും വലിയ സംഘടനാ പണ്ഡിതൻ. ഒരു പണ്ഡിതനത്ര വലിയൊന്നുമില്ല. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് ഏത് നേതാവും പണ്ഡിതനും ചിന്തിച്ചാലും ധരിച്ചാലും പഠിച്ചൻ അള്ളാന്റെ റസൂലിന് നന്നായിട്ട് ശകാരിച്ച് അത് പ്രവാചകനെ കൊണ്ട് മരിക്കുന്ന കാലം വരെ ഓർമ്മിച്ചു. അതായിട്ട് അപസമത്തമല്ല, എനിക്ക് ഓതണ്ടെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുമോ? പ്രവാചകന്റെ ഭാര്യമാർ തമ്മിൽ തർക്കമുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഇനി അത് തിന്നൂല, കുടിക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹ് ശകാരിച്ച്. എന്നിട്ട് അതിങ്ങനെ ഓതുക, യാ അയ്യുഹൻ നബി ലിമ തുഹരിമു മാ ഹറമ മാ അഹല്ലല്ലാഹു ലക. അല്ലാഹ് ഹലാലാക്കിയ നീ ഹറാമാക്കണില്ല. മറദാത്തി അസ്വാജിക, നിന്റെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി നീ ഇത് അല്ലാഹ് ഹലാലാക്കിയ നീ ഹറാമാക്കാണോ? അതിങ്ങനെ ഓതി കൊടുക്കാം. നലോചിക്ക് കൈകെട്ടിപ്പോ ആളുകളെല്ലാം പിഴിഞ്ഞു കേൾക്കും. റസൂൽ മരിക്കുന്നത് ഓരോ ഇന്നും നമ്മൾ ഓതുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറമായിട്ട് ദീനുൽ ഇസ്ലാം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണ്ട. അത് ബലികൊടുക്കാൻ സന്നദ്ധമാണോ എന്നാണ് ബലിയുടെ സന്ദേശം, അറഫയുടെ സന്ദേശം, അറഫ സംഗമത്തിന്റെ സന്ദേശം. ഈ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നതൊക്കെ എന്തെങ്കിലും വിഭാഗീയതയുടെ പൊങ്ങച്ചത്തിന് വേണ്ടിയാണെങ്കിൽ അതിനൊന്നും അവിടെ എത്തൂല. അത് ചോരയും നീരുമാണ്, അതിൽ തപ്പയില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളൊന്ന് ആലോചിച്ചു, അവരവരെന്ന് ആലോചിച്ചില്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് തൃപ്തിക്കെതിരാണെങ്കിൽ അതെങ്ങനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് നീങ്ങാൻ എനിക്ക് കഴിയുമോ? ഇബ്രാഹിം പോയതുപോലെ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ച് വിജയത്തിലേക്ക് എത്തുന്നതിനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. അങ്ങനെ പോകുന്ന ആ വഴിക്കുള്ള ഒരു ഉത്തേജനമാണ് ഈ അറഫ സംഗമത്തിൽ നമ്മൾ നോക്കൊഴിച്ചവരോട് എത്തുന്നത്.
ഈ ഹജ്ജ് നടക്കുമ്പോൾ, നമ്മൾ ഈദ് ആഘോഷിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുമ്പോൾ അവിടെയൊക്കെ ദുന്യാവിന്റെ വിജയം, അതുപോലെ പരലോകത്തിന്റെ വിജയം. ആരോടും പകയില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ മനസ്സ്, അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കരുണ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന സത്യവിശ്വാസത്തിന്റെ മനസ്സ്. അങ്ങനെ മറ്റുള്ളവർ ഇത് നല്ല സമൂഹമാണ് എന്ന് കണ്ട് ഈ സമൂഹത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ജീവിത ക്രമം. അങ്ങനെ ദുന്യാവും ആഹ്റവും വിജയം. അങ്ങനെയുള്ള വിജയത്തിന്റെ ഒരു പാതയിലേക്ക് പോകാനുള്ള സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്താൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാൻ ഞങ്ങളുടെ എല്ലാവരും പാപങ്ങളും ചെറുപാടുകളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സഹോദരങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഉസ്താദന്മാരുടെ അങ്ങനെ മുഴുവൻ സത്യവിശ്വാസികളും മുൻകാല സത്യവിശ്വാസികളായ ആളുകൾ എല്ലാവർക്കും ഈ പുറത്തുമാകാൻ ഞങ്ങളിൽ നിന്ന് മുന്നേ നെല്ലെത്തിയ ആളുകളുടെ ഖബറുടെ സ്വർഗ പോകാവനങ്ങളുള്ള പോകാവനങ്ങളാക്കി മാറ്റണേ. ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും മാറ്റിത്തരണേ. അതിനെ രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ രോഗങ്ങളുടെ വിഷമങ്ങളുടെ പ്രയാസങ്ങൾ പിടികൊണ്ട് രോഗങ്ങളെല്ലാം ശരിയായിക്കൊള്ളണം. അതിനെ ഈ മഹത്തായ ദിനത്തിലെ ഈ മഹത്തായ സമയത്തെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. തമ്പുരാനെ ഞങ്ങൾക്ക് ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ. തമ്പുരാനെ സന്താനങ്ങൾ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ. തമ്പുരാനെ ഞങ്ങളുടെ ജോലികളിലും പ്രവർത്തനങ്ങളിലും നീ ഖൈറും ബർക്കത്തും തരണേ. തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ. തമ്പുരാനെ ഞങ്ങളുടെ ദുഃഖങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ. തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ. തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സിന് നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നന്മ പ്രകടിപ്പിച്ചു തരണേ. തമ്പുരാനെ അല്ലാഹു ഞങ്ങളുടെ വൃദ്ധന്മാരോട് നീ പ്രത്യേക അനുഗ്രഹം കാട്ടണേ. തമ്പുരാനെ ഞങ്ങളുടെ കുട്ടികളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണേ. തമ്പുരാനെ ഞങ്ങളുടെ യുവാക്കളെയും യുവതികളെയും നേർമാർഗത്തിൽ എപ്പോഴും ഉറപ്പിച്ചു നിർത്തണേ. തമ്പുരാനെ അല്ലാഹുവേ ആചാരക്കാരബന്ധങ്ങൾ യോജിപ്പുണ്ടാക്കണേ. തമ്പുരാനെ കുടുംബങ്ങളിൽ ഐക്യവും യോജിപ്പും നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ സമുദായത്തിൽ ഐക്യം കൂട്ടിയുറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ തെറ്റിപ്പോകാതെ നീ കാക്കണേ. തമ്പുരാനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ. തമ്പുരാനെ സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കി തരണേ. തമ്പുരാനെ നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തന്നെ ചെയ്യണേ. തമ്പുരാനെ നാഥായി പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ. തമ്പുരാനെ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ. തമ്പുരാനെ ഈ ദിനത്തിൽ അവസാനിക്കുന്നതിന് ഒരുപാട് പ്രാർത്ഥനകൾ നടത്താനുള്ള തൗഫീഖ് നൽകണേ. തമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آخر دعوانا الحمد لله رب العالمين.